എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. എൻ്റെ വീട് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ സ്ഥലം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടുതൽ ലെങ്തിൽ പോകാൻ വേണ്ടിയിട്ട് പോയിക്കഴിഞ്ഞാൽ ലോഡാവാനും അതുപോലൊക്കെ വീഡിയോസ് കയറാൻ വേണ്ടിയിട്ടും അപ്ലോഡ് ആവാനും ഒക്കെ ഭയങ്കര താമസമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇടുന്നത്. കട്ട് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്തും ഒക്കെ കുറഞ്ഞിട്ടാണ്, എന്താ പറയുക, അതിൻ്റെ സൈസൊക്കെ കുറച്ചിട്ടാണ് ഇടുന്നത്. കാരണം നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് ഇപ്പം നിലവിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ നോക്കിക്കൊണ്ടേ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ആ വീഡിയോ എടുത്ത കൂട്ടത്തിൽ തന്നെ എടുത്തു വെച്ച ഒരു വീഡിയോ ആണിത്. അപ്പം എനിക്ക് അടുത്ത ദിവസത്തേക്ക് നിങ്ങളൊന്ന് കാണിക്കാം എന്ന് തോന്നി. അടുത്ത ദിവസം എല്ലാ ദിവസവും ഓരോരോ കാര്യങ്ങൾ കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള കുറച്ച് 1-2 സ്ഥലങ്ങളും ചുറ്റുപാടും ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം. നമുക്ക് ഇറിഗേഷൻ വകുപ്പിൻ്റെ പേരിലുള്ള കനാൽ, നമുക്ക് ചൂട് സമയത്തൊക്കെ ഇനിയിപ്പം കുറച്ചുകൂടെ കഴിയുമ്പം വെള്ളമൊക്കെ പറ്റി തുടങ്ങും, വറവ് സമയമാവും. അപ്പോൾ എല്ലാവരും കുളിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി കുളിക്കുന്നതൊക്കെ ഒരു കനാലുണ്ട്. ഇപ്പോൾ അതിൽ വെള്ളമില്ല എങ്കിലും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണിച്ചു തരണ്ടായി. പതുക്കെ ഓരോരോ വലിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ തൽക്കാലം ഇതൊക്കെ കാണുക. ഞാനിപ്പോൾ എൻ്റെ ഫേസ് അങ്ങോട്ട് മാറ്റുവാണ്. ഇനി സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇതാണ് ആ സ്ഥലം. ഈ സ്ഥലമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ താമസിക്കുന്ന സ്ഥലം, അതായത് ഇവിടെ വീടുണ്ട്. വീടിൻ്റെ അവിടെ നിന്ന് നമ്മളൊക്കെ പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഈ വഴി വേണം താഴോട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഈ വലിയ വണ്ടിയൊന്നും കയറാൻ വേണ്ടിയിട്ട് പറ്റുന്ന വഴിയൊന്നുമല്ല. നമ്മളൊക്കെ വാഹനങ്ങളും വണ്ടികളും ഒക്കെ കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വേറെ റോഡ് സൈഡിലുള്ള വേറെ സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ കൊണ്ട് വണ്ടി വെച്ചിട്ടാണ് വരുന്നത്. ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് റബ്ബറും തോട്ടവും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ. ഞാൻ ആ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ഇതൊരു നമ്മുടെ സാധാരണ ഒരു കുന്നും അങ്ങനത്തെ ഉള്ളൊരു ഗ്രാമപ്രദേശമാണ്. കുന്നും മലകളും ഒക്കെ ഉള്ള പത്തനംതിട്ട ജില്ലയിലുള്ള കാട്ടൂരെന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അതിൻ്റേതായിട്ടുള്ള സെറ്റപ്പുകളൊക്കെ ഉള്ളൂ. അപ്പം അതൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? കാരണം എന്തും നമ്മൾ വണ്ടിയും വാഹനങ്ങളും ജോലി സ്ഥലവും ഒക്കെ മാത്രം കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും കൂടെ ഒക്കെ കാണണം, എങ്കിലേ അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗി നമ്മളെങ്കിലേ നമ്മുടെ ജീവിതത്തിനൊക്കെ എന്തെങ്കിലും ഒരു അർത്ഥമുള്ളൂ. കാരണം നമ്മൾ കുറേ ഫാസ്റ്റ് ഫുഡും കഴിച്ച് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ ജോലി വീട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മളൊക്കെ നമ്മുടെ പഴയ കണ്ടോ ഒരു കുടമൊക്കെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നുണ്ടോ? അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കറയെടുക്കുന്ന ആൾക്കാരുണ്ട് റബ്ബറിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഇതൊക്കെ. പണ്ടൊക്കെ നമ്മളൊക്കെ കുറേ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് നമ്മളെ കുഞ്ഞിലെയൊക്കെ. പിന്നെ ജോലി സമയം അല്ലെന്നുണ്ടെങ്കിൽ ജോലി തിരക്കൊക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോയതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന കനാലാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. ഇതൊക്കെ പണ്ട് നമ്മളൊക്കെ നല്ല വൃത്തിയാക്കി അതുപോലെ നടന്ന സ്ഥലങ്ങളാണ്. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇവിടെയൊക്കെ എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ഒന്നും ആരും വരത്തുമില്ല, ഇവിടെ ഒന്നും ആരും ശ്രദ്ധിക്കത്തുമില്ല. അങ്ങനത്തെ സ്ഥലങ്ങളാണ്, കണ്ടില്ലേ? പിന്നെ ഉണ്ടോ, ഇതൊക്കെ ഉണ്ടാക്കിയ സമയത്തൊക്കെ എന്ത് ഭംഗി ഉണ്ടായിരുന്ന സ്ഥലം. 19 വർഷം പഴക്കമുള്ള പടിയൊക്കെ. പക്ഷേ ഇതിപ്പോൾ കണ്ടെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് എല്ലാം നാശമായി കിടക്കുക. അപ്പം ഞാൻ പറഞ്ഞ ആ കനാലിൻ്റെ പാലമാണ് കേട്ടോ, ആൾക്കാർക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. കണ്ടോ, ഇതാണ് ആ കനാലേ, വലിയ കനാലാണ് ഇത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ആൾക്കാർ വന്നിട്ട് ഇതിൻ്റെ അകത്തിൽ JCB ഇറക്കിയിട്ട്, ചെറിയ JCB ഹിറ്റാച്ചി മോണക്കത്തെ JCB ഇറക്കിയിട്ട് അവരെല്ലാം ക്ലീൻ ചെയ്ത് ഈ സൈഡിലെല്ലാം കാടും പടപ്പും ഒക്കെ ഉണ്ടെന്ന്, അതൊക്കെ അവർ ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ ഇന്നലെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇന്നലെ നമ്മൾ പക്ഷേ ജോലിക്ക് പോയ കാണാൻ കൊണ്ടൊന്നും പറ്റിയില്ല. കണ്ടോ, ഇവിടെ എല്ലാം കണ്ടോ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, നല്ല കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു. അപ്പം കാട് പിടിച്ച് കിടക്കുന്ന കാരണം കൊണ്ട് ഇത് വെള്ളം വിട്ടാലൊക്കെ ഭയങ്കര വിഷയമുണ്ടോ. ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് കണ്ടോ, ആ പാട് കണ്ടോ. ഇന്നലെയാണെന്നുണ്ടെങ്കിൽ അവർ വന്നിട്ടെല്ലാം ക്ലീൻ ആക്കിയതാണ്. ഇത് വറവ് സമയമാകുമ്പോൾ ഇതിനകത്ത് വെള്ളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുളിക്കാനും അല്ലെങ്കിൽ തുണി നനയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള സെറ്റപ്പാണ്. ഇതല്ലാതെ ഇതുവഴി ഒരു പാസേജ് ഉണ്ട് കണ്ടോ, ചെറിയൊരു പാസേജ് ഇതിൻ്റെ അപ് ടു ഡേറ്റ് ആയിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് പോയിട്ട് കുളിക്കാനൊക്കെ പറ്റും. കണ്ടോ, ഈ ഒരു വഴി കണ്ടോ, ഈ വഴി ഇറങ്ങി താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ വെള്ളം വന്ന് അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിൽ വെള്ളം വിട്ട് വീഴുന്ന സമയമാകുമ്പം നിങ്ങളെ ഞാൻ കാണിക്കാം. പിന്നെ എന്താ പറയുക, ഞാനപ്പം ജസ്റ്റ് ഞാൻ എൻ്റെ ഫേസിലോട്ടാക്കാം.
ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ വമ്പ സെറ്റപ്പൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്കിതൊക്കെ തിരിച്ചു പിടിക്കാനേ പറ്റത്തുള്ളൂ. തൽക്കാലത്തേക്ക് നിങ്ങളതൊക്കെ സഹിക്കണം, ക്ഷമിക്കണം. നല്ല സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഇത് ക്യാമറയുടെ ക്ലാരിറ്റി കൊണ്ടൊക്കെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫ്രീക്വൻസിയിൽ നമുക്കത് കാണാൻ പറ്റും. അല്ല, ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ബാക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. പക്ഷേ ഇതിൽ കൂടെ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ നല്ല രസമാണ്. നമ്മുടെ കയ്യിൽ സെൽഫി സ്റ്റിക്ക് വരുമ്പോൾ ഇച്ചിരൂടെ അപ്ഡേഷൻ മോണൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ കാടും വനവും സംഭവമൊക്കെയാണ് കേട്ടോ. കിളികളും പാമ്പും പഴുതാര് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു കണക്കിന് അതൊക്കെയാണ് നല്ലത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞില്ലേ, നമ്മൾ കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പ് വനാണ്ടൊക്കെ ഇതിൽ പറഞ്ഞില്ലേ, പത്തനംതിട്ട ജില്ലക്കാർക്ക് പോലും വലുതായിട്ട് അറിയാൻ വയ്യാത്ത സംഭവമായിരുന്നു. കിളിയാന്ന് തോന്നുന്നു അവിടെ അനങ്ങുന്നത്, എന്തുവാന്ന് കിളിയാ. അപ്പം പത്തനംതിട്ട ജില്ലക്കാർക്ക് പോലും അറിയാൻ വയ്യാത്തൊരു സംഭവമായിരുന്നു. പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിട്ടുക എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ശ്രദ്ധിക്കാറില്ല. കാരണം വണ്ടിയുടെ ബഹളം, ജോലി തിരക്ക്, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ടൗണിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര വണ്ടിയുടെ പുക പ്രശ്നങ്ങൾ. എന്ത് സമാധാനമാണെന്നറിയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സമാധാനമുള്ളൊരു സ്ഥലമാണ്. കാരണം നമുക്കിപ്പോൾ കുറച്ച് വിഷമങ്ങളോ സങ്കടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളിവിടോട്ടൊക്കെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എന്നാ രസമെന്നറിയാം സത്യം. അപ്പം അത് അടിപൊളിയാണ്. കാരണം നമുക്കൊരു മനസമാധാനം കിട്ടും. ഞാനൊക്കെ എനിക്ക് സങ്കടം വരുമ്പോഴും ഒക്കെ വരുമ്പോൾ ഞാനിവിടെ വന്നിരിക്കും കുറച്ച് നേരം. കൂട്ടുകാരുണ്ടെങ്കിൽ അവന്മാരും വന്നിരിക്കും. നല്ല ഭംഗിയായിരിക്കും. നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സുഖമാണ്, മനസ്സിന് സുഖമാണ്. എനിക്കിപ്പോൾ 30 വയസ്സായി, 32 വയസ്സോളമായി. അതിനോടൊക്കെ എന്തോരം എത്രയോ സമയങ്ങളിൽ നമ്മൾ ഇവിടെയൊക്കെ വന്നിരുന്നിക്കുന്നറിയാം. അതാണ് ഒരു പ്രത്യേക അനുഭവമാണ്. അപ്പം അതൊക്കെ അനുഭവിക്കാം. നമ്മൾ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന സാധനം ഇതൊക്കെയാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഒരു മരം നോക്കിക്കേ, എന്തോ ഭംഗിയാണെന്ന് നോക്ക്, കണ്ടോ. ഇത് നിങ്ങൾക്ക് ഇതിൽ കൂടെ കാണുമ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നില്ല. പക്ഷേ ഇതിനടുക്ക നിൽക്കുമ്പോൾ ഇതൊരു പുല്ലാഞ്ഞി എന്ന് പറയുന്ന ഒരു മരമാണ്. ആ പുല്ലാഞ്ഞി എന്ന് പറയുന്ന മരം ഇതിൽ വെള്ളം അത് ശേഖരിച്ച് വെക്കുമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ അത് പോയിട്ട് വെട്ടുവാണെന്നുണ്ടെങ്കിൽ, ഈ സാധനം കണ്ടോ, ഈ സാധനം പോയിട്ട് നമ്മളിപ്പോൾ വെട്ടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തിൽ നിന്ന് ഒരു 1-2 ഗ്ലാസ് വെള്ളം കിട്ടുമെന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ക്വാളിറ്റി. അപ്പം പണ്ടുള്ള മനുഷ്യരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക വെള്ളമൊക്കെ കുടിക്കും. ഔഷധ ഗുണമുള്ളതാണ്. അത് മണ്ണിൽ നിന്ന് വെള്ളം വലിച്ച് ഔഷധ ഗുണമൊക്കെ വലിച്ചെടുക്കുന്ന സാധനമല്ലേ. വൈറ്റമിൻ സിയും ഡിയും എല്ലാ സാധനവും കിട്ടും. കൃത്യമായി നമ്മളതൊക്കെ മിസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അത് ഇതുപോലൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ബൈ. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്സ് എല്ലാം വേണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.